Friends, welcome to Commerce Bytes. Today we are starting a new series of question paper discussion. Today we are going to discuss the previous year question paper which was held on 10th January 2020. Okay, so let's start. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ 60 മേ ബി ദ ഫസ്റ്റ് 60 അല്ലെങ്കിൽ ദ സെക്കൻഡ് 60 വിൽ ബി in the general knowledge section, from the general knowledge section. So എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ജി കെക്ക് ഗുഡായിരിക്കും. ദെൻ യു പീപ്പിൾ ഷുഡ് ഫോക്കസ് ദാറ്റ്. ദോസ് ഹു ആർ നോട്ട് ഗുഡ് അറ്റ് ജനറൽ നോളജ്, ഡോണ്ട് വറി, യു ഹാവ് നത്തിങ് ടു വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ബാക്കിയുള്ള 60ലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ബി എഡിൻ്റെ പോർഷൻസ്, പിന്നെ ഓഫ് കോഴ്സ് ഹയർ എഡ്യൂക്കേഷൻ്റെ സെക്ഷൻ, പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു 60 നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഡോണ്ട് വെറി അബൌട്ട് ദ ജി കെ നമുക്ക് KKPP ആക്കാം. കിട്ടി പോയാൽ പോയി, നോ മാറ്റേഴ്സ്. അതിൻ്റെ ഉള്ളിൽ ഒരു 10 എണ്ണം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ശരിയാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3-4 എണ്ണമെങ്കിലും നമുക്കറിയണതുണ്ടാവും. പിന്നെ മാത്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ബ്ലഡ് റിലേഷൻ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ കണക്ഷനുള്ള ടീമിനായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ ബോണസ് സ്റ്റെപ്പ്. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു. ആ ക്വസ്റ്റ്യൻ്റെ സെയിം റിലേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഒറിജിനലായിട്ടുള്ള ആൾക്കാരുടെ പേര് അതിൻ്റെ താഴെ ഒന്ന് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടും. മനസ്സിലായോ? ബ്ലഡ് റിലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിന് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് 60, ഇപ്പോൾ GK ഫസ്റ്റ് 60 ആണെങ്കിൽ അത് വിട്ടേര്. എന്നിട്ട് ബാക്കിയുള്ള 61 to 120 ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. യു വിൽ ക്രാക്ക്. കാരണം നമ്മളിപ്പോൾ ഒരു 60 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ 50% മാർക്കായി. ഓക്കെ, നമുക്ക് ഒരു പേപ്പർ 1 ഇൻഡിവിജ്വൽ സ്കോർ വേണ്ടത് 40 മാർക്സാണ്. പക്ഷേ അത് വെച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് എന്നല്ല, ഞാൻ എന്തായാലും 60 മാർക്സ് സെക്യൂർ ചെയ്യും, അങ്ങനെ ഒരു ടാർഗറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GK അങ്ങനെ വിട്ടേരും. കാരണം GK അത്രയും വാസ്റ്റാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ GK പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹിൻറ്റ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഈ 10th January 2020 ഫസ്റ്റ് 60 ആണ് GK. അത് ഞാൻ റെഫർ ചെയ്യില്ല. ബാലൻസ് 61 to 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ എല്ലാ പേപ്പറിൽ നിന്നും. ഞാൻ വിചാരിക്കുന്നത് ഒരു 2012 വരെയുള്ള പേപ്പർ 1 എന്ന് വെച്ചാൽ ജനറൽ നോളജ് പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം എന്നാണ്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഓക്കെ, ലെറ്റ്സ് കം ടു ദ ക്വസ്റ്റ്യൻ. Question number 61. True education must correspond to the surrounding circumstances or it is not a healthy growth. Whose words are these? എന്തായാലും 1 to 2 ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ഫോർ ഷുവർ ആണ്. ഓപ്ഷൻസ് ആർ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ ആൻഡ് ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദ. ഇതുപോലെയുള്ള ഫേമസ് പീപ്പിളിൻ്റെ കോട്ട്സ് എന്തായാലും നിങ്ങൾ 5 to 10 എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഈസി ടിപ്പ് ആയിട്ട് തോന്നിയത്, ഞാൻ കണ്ടുപിടിച്ചതാണ്, ഇത് എൻ്റെ അസംഷനാണ്, എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നിങ്ങളെൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. മഹാത്മാഗാന്ധിയുടെ അടുത്തായിട്ട്
ബ്രാക്കറ്റിൽ എൻഡ്, END എൻഡ് അവസാനം, ഓർ ഹാർട്ട് അങ്ങനെ എഴുതി വെച്ചോളൂ. ഓക്കെ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ എല്ലാ നമ്മളുടെ വേർഡ്സില്ലേ, ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള കോട്ട്സില്ലേ, ആ കോട്ട്സിലെല്ലാം ഒന്നില്ലെങ്കിൽ മരണം, എൻഡ് അങ്ങനെയുള്ള വാക്കുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ ഞാനൊരു 5 to 6 കണ്ടിട്ടുണ്ട്. ആ 5 to 6 ഉള്ളതാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്ത് പറഞ്ഞത്. ഇത് എൻ്റെ മാത്രം അസംഷനാണ്, എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 കോട്ട്സ് വായിക്കാം. ലീവ് ആസ് ഇഫ് യു ഡൈ ടുമോറോ, ലേൺ ആസ് ഇഫ് ലീവ് ഫോർ എവർ. ഓക്കെ, നാളെ മരിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കാം, പക്ഷേ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്ന് വിചാരിച്ച് പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു മരണം, എൻഡ്. ഇനി നെക്സ്റ്റ് വൺ, ദ ലിറ്ററസി ഇസ് നൈദർ ദ എൻഡ് ഓഫ് ദ എഡ്യൂക്കേഷൻ നോർ ഈവൻ ദ ബിഗിനിങ്. ഇപ്പോൾ കണ്ടോ, ആ നൈദർ കഴിഞ്ഞിട്ട് എൻഡ് വന്നു. ബൈ സ്പിരിച്വൽ ട്രെയിനിങ് എഡ്യൂക്കേഷൻ ഓഫ് ഹാർട്ട്, അവിടെ ഹാർട്ട് വന്നു. ഇനി നെക്സ്റ്റ് വൺ, എൻഡ് ഓഫ് ഓൾ നോളജ് മസ്റ്റ് ബി ബിൽഡിംഗ് ഓഫ് ദ ക്യാരക്ടർ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻഡ് വന്നു. ഇനി ഈ ക്വസ്റ്റ്യനിൽ നോക്കിയും, ട്രൂ എഡ്യൂക്കേഷൻ മസ്റ്റ് കറസ്പോണ്ട് ടു ദ സറൗണ്ടിങ് സർക്കംസ്റ്റൻസസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ഹെൽത്തി ഗ്രോത്ത്. ഇവിടെ ഹെൽത്തി ഗ്രോത്ത് ഉണ്ടോ? ഹെൽത്തി, അണ്ടർസ്റ്റുഡ്? യു ഗെറ്റ് മൈ പോയിൻറ്റ്? അപ്പോൾ ബ്രാക്കറ്റിൽ എൻഡ് ഓർ ഹാർട്ട് ഓർ ഹെൽത്തി. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കീവേഡ്സ് ആയിരിക്കണം കൂടുതലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ നമുക്ക് കീവേഡ് കിട്ടി, ദാറ്റ് ഈസ് എൻഡ് ഓർ ഹാർട്ട് ഓർ ഹെൽത്തി. അണ്ടർസ്റ്റുഡ്? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ വേൾഡ്, എഡ്യൂക്കേഷൻ ചേഞ്ചസ് ദ പീപ്പിൾ, പീപ്പിൾ ചേഞ്ചസ് ദ വേൾഡ്. ഹൂ സെഡ് ദിസ് വേർഡ്സ്? പ്ലേറ്റോ, ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി, ഓപ്ഷൻ സി പൗലോ ഫെറെ, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ, പൗലോ ഫെറെ. ദ പോയിൻ്റ് ഇസ് ദാറ്റ് എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ വേൾഡ്. എഡ്യൂക്കേഷൻ അല്ല നമ്മളെ വേൾഡ് ചേഞ്ച് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ചേഞ്ചസ് പീപ്പിൾ. ആൾക്കാരെയാണ് എഡ്യൂക്കേഷൻ ചേഞ്ച് ചെയ്യുന്നത്, പീപ്പിളാണ് നമ്മളുടെ വേൾഡ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പിന്നെ പൗലോ ഫെറേൻ്റെ താഴെയായിരിക്കണം നിങ്ങൾ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു കോട്ട് എഴുതേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ഒരു പോയിൻറ്റും കൂടെ എഴുതിക്കോ. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം മീൻസ് ബൈ മെൻ ആൻഡ് വുമൻ, ഡീൽസ് ക്രിട്ടിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി വിത്ത് റിയാലിറ്റി. അതിലെ ആ റിയാലിറ്റി ഒന്ന് സർക്കിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ പൗലോ ഫെറെ എപ്പോഴും എഡ്യൂക്കേഷനെ പറ്റി സംസാരിക്കുമ്പോൾ പീപ്പിളിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, പിന്നെ റിയാലിറ്റി. സോ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, കിട്ടിയാൽ പോയി എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് പൗലോ ഫെറെ ലോക്ക് ചെയ്യാം. ഓക്കെ, question number 63, the education philosophy which supports the concept values are absolute and unchanging. The answer is, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എസെൻഷ്യലിസം ആണ്. Here we are having 4 options: naturalism, idealism, realism and pragmatism. So let's go with realism. I think it is more apt. Sorry, realism അല്ല, option B idealism, because idealism is pursuing some perfect vision. Our reality is shaped by our thoughts and ideas. Ultimate nature of reality is ideal based on the ideas and values. ഓക്കെ, അപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഐഡിയലിസത്തിനായതുകൊണ്ട് ഐഡിയലിസത്തിൽ ഒരു പോയിൻ്റ് ഉണ്ട്, വാല്യൂസ് ആർ ഇൻഹെറിറ്റൻറ്റ് ഇൻ എവ്രി ഹ്യൂമൻ ബീങ്സ്. എല്ലാ മനുഷ്യന്മാരിലും ഒരു വാല്യൂസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കൂടിയുള്ള ഒരു കണക്ഷനാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഐഡിയലിസം ലോക്ക് ചെയ്തത്. Here the question was asked like, the education philosophy which supports the concept values are absolute and unchanging എന്നാണ്. Okay, moving to our next question. The branch of philosophy which examines the fundamental nature of reality includes the relationship between the mind and matter, between the substance and attribute, and between the potentiality
and actuality. Here the options are epistemology, aesthetics, logic and metaphysics. Okay, so I am going to log the answer metaphysics because metaphysics deals with the first principle of things, including abstract concepts are as being, knowing, identifying time and space. Abstract theory which has no basic in reality. In this question, റിയാലിറ്റി ഇതാണ് കീവേഡ്. നമ്മൾ നേരത്തെ റിയാലിറ്റി കീവേഡായിട്ട് യൂസ് ചെയ്തത് പൗലോ ഫെറയ്ക്ക് ആണെങ്കിൽ റിയാലിറ്റി ഇൻ ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയിൽ വന്നത് മെറ്റാഫിസിക്സിലാണ്. അപ്പോൾ എപ്പോഴും ഈ മെറ്റാഫിസിക്സ് ഡൺ ബൈ പ്ലേറ്റോ ആണ്. ആൻഡ് ദിസ് ഈസ് എ തിയറി ഓഫ് റിയാലിറ്റി. ഓക്കെ സോ റിയാലിറ്റി ആസ് പെർ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത്, ഒരു ഫേമസ് ആയിട്ട് ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ അത് പൗലോ ഫെറിയറോ ആണ്. ഫെറിയർ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി പറയുമ്പോൾ അത് മെറ്റാഫിസിക്സ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ട്രിക്സ് ടു ക്രാക്ക് കേരള സെറ്റ് ജൂൺ 2020 ഈസിലി. ഓക്കെ, ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോഴും അതിലെ ബാക്കിയുള്ള ഓപ്ഷനുകളും കൂടെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ് നിങ്ങളുടെ കടമ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലെ മെറ്റാഫിസിക്സ് നിങ്ങൾക്ക് ക്ലിയറായി, ദാറ്റ് ഈസ് ദ തിയറി ഓഫ് റിയാലിറ്റി. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസ്റ്റമോളജി ഇസ് ഡൺ ബൈ ഡിസ്ക്രേറ്റ്സ്, DESCARTES. This is the theory of knowledge. It regard to its method, validity and scope. The study of nature, scope of knowledge and justified belief. Analysis nature of knowledge, how relates to notion such as truth and belief. It deals with the means of production of knowledge, how we know things, what we can know, good standard for evidence are elements. So the epistemologyയുടെ കീവേഡ് എന്ന് പറയുമ്പോൾ തിയറി ഓഫ് നോളജ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എസ്തെറ്റിക്സ് പറഞ്ഞു. എസ്തെറ്റിക്സ് എപ്പോഴും ഒരു ബ്യൂട്ടി, ഒരു ആർട്ടിസ്റ്റിക് ബ്യൂട്ടി, ഒരു ബ്യൂട്ടി ആൻഡ് ആർട്ടിസ്റ്റിക് ടേസ്റ്റ് എന്നുള്ള ഒരു മീനിങ് വന്നതാണ് എസ്തെറ്റിക്സ്. ആ ഒരു പെയിൻറ്റിങ് ഭയങ്കര എസ്തെറ്റിക് ബ്യൂട്ടി ആയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ, അതെ. ലോജിക് നമുക്കറിയാമല്ലോ, ജസ്റ്റ് നമ്മളുടെ തോട്ട്, ഇൻറ്റ്യൂഷൻസ്, ഒരു ലോജിക് തിങ്കിങ്, ദാറ്റ്സ് ഇറ്റ്. സോ എപ്പിസ്റ്റമോളജി പറഞ്ഞു, ലോജിക് പറഞ്ഞു, എസ്തെറ്റിക്സ് പറഞ്ഞു, മെറ്റാഫിസിക്സ് പറഞ്ഞു. സോ തിയറി ഓഫ് റിയാലിറ്റി വരുമ്പോൾ മെറ്റാഫിസിക്സും എപ്പിസ്റ്റമോളജിയിൽ തിയറി ഓഫ് നോളജാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ്. ലെറ്റ്സ് സീ tomorrow's session. We can do work out more questions. Thank you.